മുല്ലപ്പെരിയാറിൽ നീരൊഴുക്ക് കൂടിയതോടെ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ വീണ്ടും തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് 141.77 അടിയായി ഉയർന്നിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയരുമ്പോൾ ആശങ്കയോടെ തീരവാസികൾ. കേരളം ഇതുമായി ബന്ധപ്പെട്ട് എന്തിനു ഭയക്കേണ്ടതുണ്ടോ? തമിഴ്നാടിന്റെ നിലപാട്, ഇവിടെ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ ആന്റണി രാജു, വി സുരേന്ദ്രൻപിള്ള, PC തോമസ്, VV രാജേഷ് ഉൾപ്പെടെയുള്ള അതിഥികൾ ചേരും. ആദ്യം മുല്ലപ്പെരിയാർ ഡാം അത് എത്ര അടിയിലേക്ക് എന്ന് എത്തുമ്പോൾ ഇപ്പോൾ 141.77 അടി. തമിഴ്നാട് പറയുന്നു കേരളത്തിന് ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. പക്ഷേ ഒരു പരിധിയിൽ താഴെ മാത്രം വെള്ളം താഴ്ന്നാൽ മാത്രം മുല്ലപ്പെരിയാർ ഡാമിന്റെ യഥാർത്ഥ ചിത്രം എന്ത് എന്ന വിവരം ലഭിക്കുകയുള്ളൂ. അതുപോലും അസാധ്യമാകുമ്പോൾ ഇതുവരെ കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുക. ഒരു പ്രാവശ്യം നേവിയുടെ പരിശോധന അവസാന ഘട്ടത്തിലെത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കാരണം നേവിക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം അതിന്റെ ചിത്രങ്ങൾ ഏതു തരത്തിലാണ്? ഭയത്തിന് അടിസ്ഥാനമുണ്ടോ ആ ചിത്രങ്ങളിലേക്ക്? മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഡാം ഈ അവസ്ഥയിലാണ്. ഇതിന് താഴോട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അപകടത്തിലാകണം. ഒരു ഘട്ടത്തിൽ പുലി വരുന്നേ പുലി എന്നുള്ള രീതിയിൽ മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഇന്ത്യയുടെ തന്നെ ചർച്ചയിൽ ഭാഗമാകുമ്പോൾ ഈ ചർച്ചയിൽ ആന്റണി രാജു, സുരേന്ദ്രൻപിള്ള, VV രാജേഷ് ഒപ്പം PC തോമസ്. ആന്റണി രാജുവിലേക്കാണ് പോകേണ്ടത് ഈ ചർച്ച. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗുരുതുല്യൻ എന്ന് പറയുന്ന, അദ്ദേഹത്തോട് അസോസിയേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മന്ത്രി ഈ നേരത്തെ പറഞ്ഞതുപോലെ പുലി വരുന്നേ പുലി എന്ന് ഒരു ഘട്ടത്തിൽ വരികയും ഒരു ക്യാമ്പയിൻ തന്നെ കേരളത്തിലാകെ നടക്കുകയും ആ ക്യാമ്പയിൻ ഒരു ഭയത്തിൻ്റെ ഭീതി കേരള ജനതയിൽ ഉണ്ടാക്കി എന്ന് ചില വിരുദ്ധമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നാം ഈ ചിത്രങ്ങൾ കാണിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞതിന് ചില സാധൂകരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഇതുമായി പ്രതികരിക്കേണ്ട ആള് ആന്റണി രാജുവുമാണ്. ശ്രീ രാജു. പി ജോസഫ് സാറ് മന്ത്രിയായതിനു ശേഷമാണ് ആദ്യമായി ഈ വിഷയം, ഈ ദുരന്തത്തിൻ്റെ ഭീകരാവസ്ഥ, ഇത് കേരളത്തിൻ്റെ എന്തുമാത്രം അപകടകരമായ ഒരവസ്ഥയിലാണ് ഈ ഡാം നിലകൊള്ളുന്നതെന്നുള്ളത് കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ മാത്രമല്ല, ലോക ജനതയെ ആകെ അറിയിക്കാൻ പര്യാപ്തമായ വിധത്തിൽ ആ വിഷയം ഗൗരവമായി ഉയർത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ തുടർച്ചയായി ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏർപ്പെടുകയും ഇതെന്തായാലും ഒരു ഗൗരവമായ വിഷയമാണെന്ന് സംസ്ഥാന ഗവൺമെൻറ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഇടപെടുകയുണ്ടായി. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2014 സുപ്രീം കോടതി വിധിയോടുകൂടി കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ കൈയും കാലും കെട്ടിയ ഒരു ജലബോംബിൻ്റെ മുകളിലിരുത്തിയിരിക്കുന്നത് പോലെ നമ്മളെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിർത്തി തമിഴ്നാട് ഗവൺമെൻറ് നമ്മളെ ആകെ, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തുന്ന വിധത്തിലേക്ക് എത്തി നിൽക്കുന്നു. 2014 സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 142 അടി എന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയുടെ അവിടെ നിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ചെന്നൈ ഒരു പാഠം പഠിച്ചിരിക്കുന്നു. 30 സെൻറ്റിമീറ്റർ വെള്ളം 24 മണിക്കൂറിനുള്ളിൽ ചെന്നൈയിൽ പെയ്തപ്പോഴാണ് അവിടെ ഏറ്റവും വലിയ ദുരന്തം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഡൽഹി IITയുടെ റിപ്പോർട്ട് എന്താ? 60 സെൻറ്റിമീറ്റർ 48 മണിക്കൂർ കേരളത്തിൽ പെയ്താൽ, ഇടുക്കി പ്രദേശത്ത് പെയ്താൽ ഈ ഡാം തകരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സുപ്രീം കോടതിയിൽ നമുക്കെതിരായിട്ടുള്ളൊരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ
ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 24-ാം തീയതി, കഴിഞ്ഞ നവംബർ 30-ാം തീയതി ഒക്കെ തന്നെ ഗവൺമെൻറ് നിരന്തരമായ ഇടപെട്ടതിൻ്റെ ഫലമായി ചീഫ് സെക്രട്ടറി, തമിഴ്നാട് ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടു. നമ്മുടെ ജലവിഭവ സെക്രട്ടറി ശ്രീ കുര്യൻ ഉൾപ്പെടുന്ന സൂപ്പർവൈസറി കമ്മിറ്റി, നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 3 അംഗങ്ങളാണുള്ളത്, 2 തമിഴ്നാട്ടുകാരാണ്, നമ്മുടെ ഒരാൾ മാത്രമാണ്. ആ മൃഗീയ ഭൂരിപക്ഷമുള്ള കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അവിടെ നമുക്കൊക്കെ നമ്മുടെ നിസ്സഹായ അവസ്ഥ, ഈ കമ്മിറ്റി ഉണ്ടാക്കിയതാരാ? നമ്മളല്ല, സുപ്രീം കോടതി ഉണ്ടാക്കിയ കമ്മിറ്റിയാണ് സൂപ്പർവൈസറി കമ്മിറ്റി. അതിനൊക്കെ നമ്മൾ വശംബദരാകേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ പിന്നിൽ നമ്മുടെ രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെ നമ്മൾ LDF, UDF, BJP പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഇത് പരിശീലിക്കാനുള്ള പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തി പറഞ്ഞെന്താ, 2005 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് സുപ്രീം കോടതി വിധി വന്നത്, അത് ഈ ഗവൺമെൻറ് കുഴപ്പം കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ആ കേസ് 1997 ഫയൽ ചെയ്ത കേസാണ് സുപ്രീം കോടതിയിൽ. 97 മുതൽ 2001 വരെ ആ കേസ് നടത്തി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമുണ്ട്. 2 ഗവൺമെൻറ്റുകളും ഒരുപോലെ കേസ് നടത്തിയ കേസാണ്. ആ LDF ഗവൺമെൻറ് കാലത്ത് വെച്ച അഭിഭാഷകനെ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് വെച്ചത്, സാൽവെ വെച്ചത്. അതുപോലെ LDF ഗവൺമെൻറ് കാലത്ത് നൽകിയ പ്രതിനിധി ജസ്റ്റിസ് KT തോമസിനെ തന്നെയാണ് സംസ്ഥാനം അംഗീകരിച്ചത്. ഈ കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ ആര് ശ്രമിച്ചാലും ശരിയില്ല. മാത്രമല്ല, ഈ ഗവൺമെൻറ് ഈ വിധിക്ക് ശേഷം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ചെയ്തു. എന്തായത്, കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പുതിയൊരു ഡാമിനുള്ള നിർദ്ദേശം സമർപ്പിച്ചു. 2014 ഓഗസ്റ്റിൽ BJP ഗവൺമെൻറ് ആ പുതിയ ഡാമിനുള്ള അനുമതി നൽകി, പാരിസ്ഥിതിക അനുമതി നമുക്ക് നൽകി. പക്ഷേ തുടർന്ന് ഉടൻ തന്നെ ജയലളിത BJP ഗവൺമെൻറ് സ്വാധീനിച്ച് ആ അനുമതി റദ്ദാക്കി. നമ്മൾ മിണ്ടാതിരുന്നില്ല. നമ്മൾ ഉടനെ തന്നെ സുപ്രീം കോടതിയിൽ അതിനുള്ള കേസ് വരിയത്. ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനമന്ത്രിയുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ തന്നെ കിട്ടിയാൽ പോകാനിരിക്കുകയാണ്, കണ്ട് സമ്മർദ്ദത്തിലിരിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ഓഫ് ആക്സിഡൻറ്റിൻ്റെ വയലേഷൻ, അതിനനുസരിച്ചുള്ളൊരു സൂട്ട് സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. കാരണം ഇപ്പോൾ 142 അടി ഉയർന്നാലും വെള്ളം കൊണ്ടുപോകാതെ, അതുപോലെ തന്നെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വയലേറ്റ് ചെയ്ത് 12 മണിക്കൂറിന് മുമ്പുള്ള മുന്നറിയിപ്പ്, വാർണിംഗ് ടൈം തരണമെന്നുള്ളത്, അതെല്ലാം എടുത്തു കളഞ്ഞ് ഏറ്റവും കൂടുതൽ അവസാനം 5 മിനിറ്റ് വാർണിംഗ് ടൈമാണ് തന്നുകൊണ്ടെടുത്തത്. പക്ഷേ നമ്മൾ നിസ്സഹായരെ നോക്കി നിൽക്കേണ്ടിയിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ, ഈ സുപ്രീം കോടതിയിൽ നമ്മളൊരു ഒറിജിനൽ സൂട്ട് കൊടുക്കുന്നു. ആ സൂട്ട് കൊടുത്താലുള്ളൊരു ഗുണം, ഇതുപോലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു IA ഫയൽ ചെയ്തുകൊണ്ട് ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ വാങ്ങിക്കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ശ്രമകരമായ പണിയും കൂടെ നമ്മൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് 2 സംസ്ഥാനങ്ങളെയും വിളിച്ചിരുത്തി ഈ പ്രശ്നം രാഷ്ട്രീയമായി പരിഹാരം കണ്ടെത്താനുള്ള ആവശ്യം കൂടി നമ്മൾ, ഇതിലപ്പുറം ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്താ ചെയ്യാൻ കഴിയുക? യെസ്, ആന്റണി രാജു ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യത്തിൽ ഒരു ഘട്ടത്തിൽ ജയലളിത കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതും ഒരു വിഷയമാണ്. വരാം. യെസ്, രാജേഷിലേക്ക് വരുന്നുണ്ട്. 2014 ഓഗസ്റ്റില് നല്ല അനുമതി കിട്ടിയത്. നമുക്ക് അനുമതി കിട്ടിയ 2014 ഓഗസ്റ്റിലാണ്. BJP ഗവൺമെന്റ്. പക്ഷേ അതിന്റെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും തമിഴ്നാട് ഗവൺമെന്റ് അപ്രോച്ച് ചെയ്തു. അതിന് രാജേഷിലേക്ക് അതിന്റെ രാഷ്ട്രീയപരമായ ഏതു തരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നതെന്നുള്ള നിലപാടിലേക്ക് വരാം. സുരേന്ദ്രൻ പിള്ളയിലേക്കും PC തോമസിലേക്ക്. ശ്രീ PC തോമസ്, സർക്കാരിന്റെ വാദഗതികൾ, അതാണ് ആന്റണി രാജു ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിന്റെ ആശങ്കകൾ മാറാൻ ഇതൊക്കെ മതിയോ? ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 രീതിയിൽ നീങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇതിൻ്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നുകൂടെ ശക്തമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണമെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രതിബന്ധം നമ്മുടെ സുപ്രീം കോടതിയിലെ കേസിലെ വിധിയാണ്. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയിലെ കേസ് അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് മാത്രം വെച്ചുകൊണ്ട് കേരളത്തിന് ഒരടി മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ചില കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഏഷ്യൻ ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന വളരെ പ്രധാനമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രീ ഹിമാംശു താക്കൂർ എന്ന് പറയുന്ന ഒരു വിദഗ്ധനാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്നാണ്.
അത് എന്തുകൊണ്ടോ ഇതുവരെ ലൈം ലൈറ്റിലേക്ക് വന്നിട്ടില്ല. അത് വരേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കുന്ന ഒരു കമ്മീഷൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരു നിയോഗിക്കുന്ന ഒരു ഓർഗനൈസേഷൻ പഠിച്ച് പറയുന്നതോ, അല്ലെങ്കിൽ ഒരു കോടതിയിൽ നിന്നുള്ള കമ്മീഷൻ പറയുന്നതാണെങ്കിൽ അല്പം കൂടെ വ്യത്യാസമുണ്ടെങ്കിലും മറ്റൊരു രീതിയിലുള്ള റിപ്പോർട്ടോ ഒന്നും വേണ്ട വിധത്തിൽ കോടതി പരിഗണിച്ചില്ല എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് ഇതുപോലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൂടാ. അത് വാസ്തവത്തിൽ ഒന്ന് നോക്കേണ്ടതാണ്. ഇതുവരെ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഈ കാര്യത്തിൽ ഒരു കാര്യമായ ഒരു ശ്രമം നടത്തിയോ എന്നെനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് വളരെ അടിയന്തരമായിട്ട് വരുത്തണം. ഈ ഡാം സേഫ്റ്റിയെക്കുറിച്ച്, പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് നമ്മൾ വെച്ച റിപ്പോർട്ടല്ല, നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചതല്ല, പക്ഷേ ഏഷ്യൻ ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ പഠിച്ചതാണ്. അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് അത് ബോധ്യപ്പെടുത്തേണ്ട മേഖലയിൽ ബോധ്യപ്പെടുത്തണം. സുപ്രീം കോടതി കേസ് വാല്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താനാണെങ്കിലും അതുപോലുള്ള ചില കാര്യങ്ങളാണ്. കാരണം ഇതിനകത്തൊരു ലോങ് ടേം പരിഹാരം കണ്ടേ പറ്റൂ. അല്ലാതെ നമുക്ക് എന്നും ഇതുപോലെ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രം നോക്കിയിരുന്നാൽ പറ്റത്തില്ലാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കേട്ടത് ഈ ടവറുകൾ മുഴുവൻ, മൊബൈൽ ടവറുകൾ മുഴുവൻ പോയി. അത് കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു വിധത്തിലും രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പോലും പറ്റിയില്ല എന്ന സ്ഥിതി വന്നു. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഇന്നലെ രാത്രിയിൽ വെള്ളം അഴിച്ചുവിട്ടപ്പോൾ അവിടെ ഭീഷണിയായി. വാസ്തവത്തിൽ ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കിയിരിക്കാതെ ചെയ്യേണ്ട, അടിയന്തരമായിട്ട് ചെയ്യേണ്ട, എന്നാൽ അല്പദീർഘവീക്ഷണത്തോടെ ചെയ്യേണ്ട ചില വിഷയങ്ങളാണ്. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് കേന്ദ്ര ഗവൺമെൻറ്, ഞങ്ങൾ പണ്ട് ഒരു ശാന്തി യാത്ര നടത്തി. അത് നടത്തിക്കഴിഞ്ഞ് എറണാകുളം മുതൽ കുമളി വരെ, മുല്ലപ്പെരിയാർ വരെ നടന്നാണ് പോയത്. നടന്നു പോയി കഴിഞ്ഞ് അവിടെ 116 വർഷമായ ഈ ഡാമിനെ ഒന്ന് എടുത്തു കാട്ടാൻ വേണ്ടി 116 പ്രാവുകളെ പറപ്പിച്ചു. പക്ഷേ തമിഴ്നാട്ടിൽ അതൊരു ഭയങ്കര വാർത്തയായി. തമിഴ്നാട്ടിലെ ജയലളിതയുടെ പത്രം പോലും വളരെ കാര്യമായിട്ട് എഴുതി, ഒരു ശാന്തി യാത്ര നടത്തി എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അവരുമായിട്ട് ഉടക്കി നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ നമ്മളൊരു സമാധാനപരമായിട്ടുള്ള ഒരു ഫോർമുലയ്ക്ക് വേണ്ടി നോക്കുന്നു എന്ന് വന്നാൽ ഇത് തമിഴ്നാടിനും താല്പര്യം വരും. കാരണം അവരെയാണ് കൂടുതൽ ബാധിക്കുക. ഈ ഡാം പൊട്ടിയാൽ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ മരിച്ചു പോകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ തമിഴ്നാട്ടിലെ 6-7 ജില്ലകൾ, പ്രത്യേകിച്ച് 5 പ്രധാനപ്പെട്ട ജില്ലകൾ, അവിടുത്തെ കൃഷികൾ, അവിടുത്തെ മുഴുവൻ നഷ്ടം വരാൻ പോകുന്നത് തമിഴ്നാടിനാണ്. ഇതൊന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഒരു ചെറിയ ചർച്ച പോരാ. അതിന് വളരെ വളരെ കാര്യമായിട്ടുള്ള ഒരു പരിശ്രമം വേണം. അതിനകത്ത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വേണം. എന്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ചേർത്തുകൊണ്ട് ഒരു ഉഭയകക്ഷി തമിഴ്നാടുമായിട്ടും ചർച്ച ചെയ്തുകൂടാ? തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തുകൂടാ? അതുപോലെ തന്നെ കേന്ദ്രവുമായിട്ട് ചർച്ച ചെയ്തുകൂടാ? ഇതിനകത്ത് വ്യാപകമായ ഒരു ബോധ്യം വരുത്തുക എന്നുള്ളത് ആവശ്യമാണ്. ഇതൊരു ജനകീയ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനങ്ങളുടെ പ്രശ്നമായിട്ട് കാണണം. ഇതൊരു 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പിടുത്തത്തിൻ്റെ ഏതാണ് വലുത് എന്ന് നോക്കുന്നതിൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി നോക്കാനായിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, സുരേന്ദ്രപിള്ള, ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞതായാലും PC തോമസ് പറയുന്നതായാലും നാം വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല. നമ്മുടെ ആവശ്യമാണ് എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഡാം, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, പ്രോസ് ആൻഡ് കോൺസ് എല്ലാം നമുക്കറിയാം. നമ്മുടെ നിയമസഭ ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി നാം ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, ആന്റണി രാജുവിൻ്റെ പ്രാധാന്യം ഒക്കെ നിൽക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് നാം പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല. എന്തുകൊണ്ട് കേരളം പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല? അതായത് ഇവിടെ ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് വിചാരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ വലിയൊരു തിട്ടൂരം പോലെയാണ് തേനി ജില്ലാ കളക്ടർ. ഇപ്പോൾ ഇടുക്കിയിലെ ജില്ലാ കളക്ടർ ഒരു റിക്വസ്റ്റ്, ഇതൊരു ഫെഡറൽ രീതിയിൽ പ്രവർത്തിക്കേണ്ടുന്ന, ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന 2 സംസ്ഥാനങ്ങളാണ്. ഇത് പിന്നെ സർക്കാരിയ കമ്മീഷൻ്റെ കാലം മുതലേ കേന്ദ്രവും സംസ്ഥാനവുമായിട്ടുള്ള ബന്ധത്തെ പോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, സംസ്ഥാനങ്ങൾ തമ്മിൽ ഏതറ്റം വരെ, ഇൻ വാട്ട് എക്സ്റ്റെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് പിന്നെ ചില ലിഖിതമായ നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്തുണ്ട്. ഇതൊരു ജില്ലാ കളക്ടറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു,
എന്താ നിങ്ങൾ അവിടെ ഷട്ടർ തുറക്കാൻ സാധ്യതയുണ്ടോ? ഷട്ടർ തുറക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ട് 3 മണിക്കൂർ മുമ്പേ ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്ക് ഇൻഫോം ചെയ്താൽ ഞങ്ങൾ അതിനുള്ള പ്രിക്കോഷൻ മെത്തേഡ്സ് ഞങ്ങൾ സ്വീകരിക്കും. എന്താ ചെയ്തത്? ഷട്ടർ തുറക്കുന്നില്ല, തുറക്കാൻ ചാൻസ് ഇല്ല, തുറക്കത്തില്ല എന്ന് പറഞ്ഞ തേനി ജില്ലാ കളക്ടർ പറഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 8 ഷട്ടറുകൾ ഒന്നൊന്നായി 8 ഷട്ടറുകൾ തുറന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, തമിഴ്നാട് എന്നിട്ട് ഇന്ന് അടിയന്തര പ്രമേയം പാർലമെൻറ്റിൽ വന്നു. ഇത്രയും സംഭവം ഇന്നലെ ഉണ്ടായി. ഇന്ന് അടിയന്തര പ്രമേയം വന്നു പാർലമെൻറ്റിൽ. എന്താ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെൻറ് ഈ 2 സംസ്ഥാനങ്ങൾക്കുമുള്ള തുല്യമായ അധികാരം ഉപയോഗിക്കാൻ 2 പേർക്കും അധികാരം ഉണ്ടായിരിക്കെ കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് സുപ്രീം കോടതിയെ നോക്കണ്ട. സുപ്രീം കോടതിയെ നോക്കുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷയ്ക്ക് നിയമപരമായിട്ടുള്ള തീരുമാനത്തിനും വേണ്ടിയാണ് അവർ ചെയ്യേണ്ട. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് 2 സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരെയോ മുഖ്യമന്ത്രിമാരെയോ ഇറിഗേഷൻ സെക്രട്ടറിമാരെയോ ബന്ധപ്പെട്ട ആളുകളെയോ ഡാം സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടവരെ അടിയന്തരമായി വിളിച്ചു കൂട്ടി ഈ 2 സ്റ്റേറ്റുകൾ ഒന്നിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഒരു സ്റ്റേറ്റിനെ മുൾമുനയിൽ നിർത്താൻ പാടില്ല. ഒരു സ്റ്റേറ്റിൻ്റെ ആശങ്ക പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാൻ ബാധ്യതയുള്ള കേന്ദ്ര ഗവൺമെൻറ് നേരെ സുപ്രീം കോടതിയെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ കുറേ ആളുകളാണെങ്കിൽ ഞങ്ങൾ മാറുന്നില്ല, എന്തും വരട്ടെ. കാരണം ഇതൊരു തിട്ടൂരം പോലെയല്ലേ. ഇത് ഒരു സ്റ്റേറ്റ് അവരുടെ ഇഷ്ടമനുസരിച്ച് ഇംഗിതമനുസരിച്ച് എന്തും ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു തോന്നൽ വരുന്ന രീതിയിലാണ് ഇന്നലെയും ഇന്നുമായി നടന്ന സംഗതി. മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ പരാജയപ്പെടുന്നു. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ 100% എന്താ കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോ മറ്റൊരു ഏജൻസിയോ അല്ല ഇപ്പൊ നോക്കേണ്ടത്. ഇന്നലെ ഒരു രാഷ്ട്രീയ നിലപാട്, അതായത് വേറൊന്നും വേണ്ട. കേരളത്തിന് അവരുടെ ആശങ്ക പരിഹരിക്കണം, അവർക്ക് ന്യായമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്റ്റേറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ, അതല്ല. പക്ഷെ ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ് ഒരു കോമൺ ഫോറത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനം. കോമൺ ഫോറത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പരാജയപ്പെട്ടു, 100% പരാജയം. ഒരു സിംഗിൾ ക്വസ്റ്റ്യനിലേക്ക് രാജേഷിലേക്ക് വരുന്നതിന് ആന്റണി രാജു, വി സുരേന്ദ്രൻപിള്ള പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. സംസ്ഥാനം സംബന്ധിച്ച് നമ്മുടെ നിയമസഭ ഒന്നിച്ചു വരുന്നു, ഇത് വിഷയം ചർച്ച ചെയ്യുന്നു, ആവർത്തിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സെൻട്രൽ ഗവൺമെന്റിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അത് അതേപടി നിലനിർത്താൻ അല്ലെങ്കിൽ അത്തരം ഒരു പ്രഷർ സെൻട്രൽ ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നുണ്ടോ? ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ? അല്ല, ഇത് അങ്ങനെ ഒരു സിംഗിൾ രാജേഷിലേക്ക് പറഞ്ഞു നിർത്താവുന്ന ഒരു വിഷയമല്ലത്. കാരണം കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് ആ വിധിയെ അതിജീവിച്ചുകൊണ്ട്, വിധിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, അതിനെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിനും, കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ് ലോ ഓഫ് ദി ലാൻഡ് ആൻഡ് അതിന്റെ മുകളിൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പോലും ഇല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി വിധിയെ മറികടന്നെങ്ങനെ ചെയ്യാൻ? ഇവിടെ പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല. ഇവിടെ തേനി കളക്ടറോട് നമ്മുടെ ജില്ലാ കളക്ടർ യാചിച്ചൊന്നുമില്ല. കാരണം 142 അടി എന്ന നൂൽ പിടിച്ചു നിർത്താനുള്ള അവകാശം സുപ്രീം കോടതി നൽകുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് എന്താ? 142 എത്തുന്നതിന് മുമ്പ് എത്രയും വേഗം അപകടകരമായ സ്ഥിതിയുണ്ട്. 12 മണി, 3 മണിക്കൂറല്ല, 12 മണിക്കൂർ വാർണിംഗ് ടൈം തരാം. 12 മണിക്കൂർ തരേണ്ട തമിഴ്നാട് ഗവൺമെന്റ് അത് ചെയ്യാതെ വൈകുന്നേരം 7 മണിക്ക് തുറന്നു. അതാണ് ആ പോയിന്റ് ഉന്നയിച്ചുകൊണ്ടാണ് അതൊരു കണക്കിന് നല്ലതായി വയലേഷൻ നടത്തിയത്. സുപ്രീം കോടതിയിലേക്ക് പോകാൻ നമുക്ക് നല്ലൊരു പോയിന്റ്. രാജേഷ്, കേന്ദ്ര സർക്കാരിന്റെ മേൽ ഇപ്പോൾ നേരത്തെ ആന്റണി രാജു പറഞ്ഞപ്പോഴും സുരേന്ദ്രൻപിള്ള പറയുമ്പോഴും നമുക്ക് അർത്ഥവത്തായി ഇടപെടാൻ കഴിയണം. അത് നിയമത്തിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ശക്തിയാകാൻ. പ്രദീപ്, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ വി സുരേന്ദ്രൻപിള്ള അവർ പറഞ്ഞതിനോട് ശക്തമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ മാനസികാവസ്ഥയും ഈ രാഷ്ട്രീയവുമാണ് മുല്ലപ്പെരിയാർ വിഷയത്തെ ഇത്രത്തോളം വഷളാക്കിയത്. അദ്ദേഹം പറയുക സുപ്രീം കോടതി ഒന്നും ഞാൻ യാതൊരു കാരണവശാലും കക്ഷി രാഷ്ട്രീയം സംസാരിക്കരുത് എന്ന ഉദ്ദേശത്തോടെ ചർച്ചയ്ക്കുന്നത്, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം പറയുക സുപ്രീം കോടതി ഒന്നും നോക്കാതെ കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ രാത്രി തന്നെ 2 സംസ്ഥാനങ്ങളെയും വിളിച്ചിരുത്തണമായിരുന്നു എന്ന്. ഇതങ്ങനെ പരിഹരിക്കാൻ സാധിക്കുകയില്ല. ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പാണല്ലോ സുപ്രീം കോടതിയിൽ കേസ് പോയത്. 10 വർഷം ഈ വിഷയം സജീവമായി ശ്രീ പി ജെ ജോസഫ് ഉയർത്തിയ അത് മുതലായാലും അതിന് മുമ്പായാലും വേറെ ഗവൺമെൻറ്റുകളുണ്ടായിരുന്നു. ഇവിടെ പ്രശ്നം ഈ 2 തരത്തിലുള്ള സൊല്യൂഷൻ, ഇതിൽ പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കേന്ദ്ര ഗവൺമെൻറ് അതിന് നാളെ BJP മാറി മറ്റൊരു ഗവൺമെൻറ് വന്നാലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ഒരുപാട് പരിമിതികളുണ്ട്. സുപ്രീം കോടതിയുടെ നാവ് ചലിക്കുന്നതനുസരിച്ച് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു തലമുണ്ട്. ആ തലം ഉപയോഗിച്ചാണ് നമ്മൾ കാവേരി പ്രശ്നം പരിഹരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താം. ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ അതിനു മുമ്പ് ചീഫ് സെക്രട്ടറിമാർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജലവിഭവ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചർച്ചകൾ തുടങ്ങുകയും ആ ചർച്ച ചീഫ് സെക്രട്ടറി തലത്തിലേക്കും ആ ചർച്ച മുഖ്യമന്ത്രി തലത്തിലേക്കും കൊണ്ടുവന്ന് ഇതിനൊരു പര്യവസാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപക്ഷെ സാധിച്ചേക്കും. അത് വർഷങ്ങൾ തന്നെ എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ ഇവിടെ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാറിൽ പോയി സമരം ചെയ്തിട്ടുണ്ട്, വള്ളക്കടവിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയ പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാം, ഇതിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതും അത്ര എളുപ്പമല്ല. കാരണം ഇതൊരു വൈകാരിക പ്രശ്നമായി മാറിക്കഴിഞ്ഞു. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകാരിക പ്രശ്നം. ഒരുപക്ഷെ കേരളത്തിൽ ഒരു പരിധിവരെയേ ഉള്ളൂ. തമിഴ്നാട്ടിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കുള്ള വൈകാരിക പ്രശ്നമായി കരുണാനിധി ആയാലും ജയലളിത ആയാലും വളർത്തിയെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് പരിമിതികൾക്കകത്തുനിന്നുകൊണ്ട് അതിന് നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജേഷ് വളരെ കറക്റ്റ്. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് മൻമോഹൻ സിംഗ് രണ്ട് ഗവൺമെന്റ് വിളിക്കാൻ ശ്രമിച്ചു. ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പരാജയപ്പെട്ടതാണല്ലോ. പുതിയ അതൊരു വലിയ ഫാക്ടറാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയെ പോലെ രാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രി വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. മറ്റൊന്ന്, എന്തെങ്കിലും ഒരു തെറ്റായ സന്ദേശം പ്രചരിച്ചുകൊണ്ട് ഒരു വികാരം ഇളവിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് മലയാളികൾ, ലക്ഷക്കണക്കിന് മലയാളികൾ തമിഴ്നാട്ടിൽ ജീവിക്കുന്നു, ലക്ഷക്കണക്കിന് തമിഴർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇത് നമ്മളൊക്കെ തന്നെ നമ്മുടെ ഒന്നും കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ രാഷ്ട്രീയ പരിഹാരം വേണമെന്ന് നമ്മളൊക്കെ തന്നെ ഒരുമിച്ച് പറയുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് മാനസികമായി അതിന് തയ്യാറാക്കാം. കാരണം കാവേരി പ്രശ്നം പരിഹരിച്ച ഒരു സാഹചര്യം നമ്മൾ ഫോർമുലയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അന്ന് ഒരു ഭാഗത്ത് തമിഴ്നാടായിരുന്നല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം കൂടി അത്രത്തോളം ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ പ്രശ്നം വഷളായിപ്പോയി. ഇനി ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു കൺസെൻറ്റോട് കൂടിയുള്ള ഒരു പരിഹാരം മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഔട്ട് ഓഫ് കോർട്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്തിയതിന് ശേഷം, ഒരു ധാരണയിൽ എത്തിയതിന് ശേഷം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഞാനത് അവർക്കൊരു പാഠം എന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ആ അനുഭവം, ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, സ്വാഭാവികമായും ചെന്നൈക്ക് കേരളത്തിൻ്റെ ഒരുപാട് സഹായം ഉണ്ടായിട്ടുണ്ട്. ആ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ പെർമിഷനോടുകൂടി, ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഉമാഭാരതിജി വളരെ സജീവമായി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ്. അങ്ങനെ സുപ്രീം കോടതിയുടെ ഒരു കൺസെൻറ്റോട് കൂടി ഒരു സൊല്യൂഷനിലേക്ക് പോവുകയായിരിക്കും ഇത് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ രാജേഷ് പറയുമ്പോൾ ഇതിൽ സുപ്രീം കോടതിയുടെ കൺസെൻറ്റോട് കൂടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഏതു തരത്തിൽ നടത്താൻ കഴിയും? എന്തുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിന് മാത്രം ആധിപത്യത്തോടെ ഈ വിഷയവുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നു? എവിടെയാണ് ക്രിയാത്മകമായി എത്ര ശക്തിയോടെ ഇടപെടണം? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിക്കുമ്പോൾ ശ്രീ പി സി തോമസ്, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ആന്റണി രാജുവും അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ പിള്ളയും വി രാജേഷും. രാഷ്ട്രീയം അതിനപ്പുറത്തേക്ക് ചില സാങ്കേതിക കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായി വരുന്നുണ്ട്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്, നാം ഇതൊക്കെ ഒരുപാട് നാൾ ചർച്ച ചെയ്ത കാര്യമാണ്, ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു സീസണൽ ഡിബേറ്റായി മുല്ലപ്പെരിയാർ മാറുകയാണ് കേരളം മുങ്ങുന്ന അവസ്ഥയിലും. അത് മാധ്യമങ്ങൾക്കും അവരുടെ പരിമിതിയും ലജ്ജയും അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സീസണൽ ഡിബേറ്റ്, സീസണൽ പ്രൊട്ടസ്റ്റ്, ഇതൊക്കെ മതിയോ? അതിന് പരിഹാരമാകുമോ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റും അതിന് കേന്ദ്ര സർക്കാർ അടക്കം എടുക്കേണ്ട സാഹചര്യങ്ങളും? പ്രതീക്ഷയുണ്ടോ? ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് ഏറ്റവും പറ്റിയ സമയം സുപ്രീം കോടതി വിധിക്ക് മുമ്പായിരുന്നു. സുപ്രീം കോടതി വിധിക്ക് മുമ്പ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് ഉള്ള സാധ്യതകൾ നമുക്ക് വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പല രീതിയിൽ അതിന് അന്നത്തെ കേന്ദ്ര സർക്കാരിൽ വേണ്ടത്ര ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. ഒരു പരിധിവരെ രാഷ്ട്രീയ ശക്തിയും ഒക്കെ അവിടെ പ്രശ്നമായി കാണും. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി വിധി വലിയ ഒരു പ്രതിബന്ധം തന്നെയാണ്. കാരണം സുപ്രീം കോടതി വളരെ ശക്തമായിട്ടാണ് കേരളത്തിൻ്റെ കേസ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഒരു സുരക്ഷയുടെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള നിലയിൽ തള്ളിക്കളഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിൽ എന്തുകൊണ്ടോ വളരെ പ്രധാനപ്പെട്ട ചില ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ പരിഗണിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പരിഗണിക്കാതിരിക്കാനുള്ള കാരണം എന്ത് എന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അവിടെ അത് അവതരിപ്പിക്കാൻ പറ്റിയോ, അല്ലെങ്കിൽ വാദം നടന്നോ, അത് തെളിവിലേക്ക് വരുത്താൻ പറ്റിയോ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്.
അതുപോലെ ബന്ധപ്പെട്ട ഈ പറയുന്ന ചില ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ ഉള്ളത് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണല്ലോ. അല്ലെങ്കിൽ തമിഴ്നാടിന് ഫേവർ ചെയ്തോ, അല്ലെങ്കിൽ കേരളത്തെ ഫേവർ ചെയ്തോ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വ്യൂ ഒന്നുമല്ല. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയവരെ വേണമെങ്കിൽ വിസ്തരിക്കാം, ആ കേസുകളിൽ വിസ്തരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയൊരു കേസിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഉണ്ട് എങ്കിൽ അത് വീണ്ടും പരിശോധിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുകയാണ്. അത് നമ്മുടെ പി.സി. തോമസ്, അത് നമ്മുടെ ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളാണ്. അതിന്റെ നിയമപരമായ സാധുതകൾ എത്രയൊക്കെ എന്നത് മറ്റു വിഷയങ്ങളാണ്. പരമോന്നത കോടതിയാണ്, അവിടെ വരേണ്ടതാണ്. ഇത്തരം അവസ്ഥ നിൽക്കുമ്പോൾ തന്നെ ഒരു കേന്ദ്ര സർക്കാരിന് നാം ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്നു, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നു, എം.പിമാർ കേന്ദ്രമന്ത്രിയെ പോയി കാണുന്നു. എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ അതിന് എത്രമാത്രം സാധുത എന്നുള്ളതല്ല, ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്ന് ആൾക്കാർ സംശയിച്ചാൽ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ നിവാസികൾ സംശയിച്ചാൽ, അത് അർത്ഥമുള്ള ഒരു സംശയമായി നിലനിൽക്കുമോ ഇന്നത്തെ അവസ്ഥയിൽ? നമുക്കൊരു ചെറിയ പ്രശ്നം നമുക്കുണ്ട്. നമ്മളൊരു നിരന്തര ഫോളോ അപ്പിൽ വളരെ പുറകിലാണ്. ഈ വെള്ളം പൊങ്ങുമ്പോൾ മാത്രം എം.പിമാർ പോയി കണ്ടാൽ മതിയോ കേന്ദ്രമന്ത്രിയെ? അതിന് എത്രയോ നാളുണ്ടായിരുന്നു, എത്രയോ കാലമായിട്ട് ഈ പ്രശ്നം നമുക്ക് വളരെ രൂക്ഷമായ പ്രതിസന്ധിയായിട്ടൊരു വലിയ വാള് പോലെ കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ട് കുറേ നാളത്തേക്ക് നമ്മൾ ഉറങ്ങി നല്ല സുഖമായിട്ട് ഉറങ്ങി, വെള്ളം പൊങ്ങി, ഷട്ടർ പൊക്കിയപ്പോൾ അനങ്ങിയാൽ മതിയോ? വെള്ളം പൊങ്ങിയപ്പോഴല്ലേ നമ്മൾ അനങ്ങുന്നത്? നമുക്കുള്ള വലിയൊരു വീഴ്ചയും അവിടെയല്ലേ. നമ്മൾ ഈ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് വന്നു, അത് കഴിഞ്ഞ് തണുത്തു, പിന്നെ തീർന്നു, ഇനിയിപ്പോൾ ഇതോടെ തീരും, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വെള്ളപ്പൊക്കം വരെ നമ്മൾ അനങ്ങില്ല. നമ്മുടെ കേരളത്തിന് എനിക്ക് ഇത് മാത്രമല്ല വേറെ പല അനുഭവങ്ങളുണ്ട്. അത് വെച്ച് ഞാൻ പറയട്ടെ, നമ്മുടെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഇല്ല. വാസ്തവത്തിൽ ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും പറയട്ടെ, എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരു സ്ഥിരം റെപ്രസെൻറ്റേറ്റീവ് ഡൽഹിയിൽ ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി നിയോഗിക്കപ്പെടുന്നില്ല? ഇനിയാണെങ്കിലും ചെയ്തുകൂടെ? ആലോചിച്ചുകൂടെ? പല സ്റ്റേറ്റുകളും ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പി ദുരൈ തമിഴ്നാടിൻ്റെ ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. കർണാടകത്തിനുണ്ട്, മറ്റ് പല സ്റ്റേറ്റിനുമുണ്ട്, കേരളത്തിന് മാത്രം ഇതില്ല. അതുകൊണ്ട് കേരളം വളരെ ഈ കാര്യത്തിൽ പുറകിലാണ് എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുകയാണ്. മാത്രമല്ല അത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ തന്നെ ആന്റണി രാജു അദ്ദേഹം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ടെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ്, അത് സർക്കാരിൻ്റെതായ വാദം കാണും, പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഒരു കേസ് കോടതിയിൽ നടക്കുമ്പോൾ നമുക്ക് ക്രിയാത്മകമായി ഇടപെടാൻ നമുക്ക് സാധിക്കുന്നില്ല. തമിഴ്നാട് നാം തന്നെ പറയുന്നു, ഒരു സുപ്രീം കോടതിയുടെ ഒരു വെർഡിക്റ്റ് അവിടെ ഉണ്ടാവുക, മാർഗനിർദ്ദേശം ഉണ്ടാവുക, 12 മണിക്കൂർ എന്ന് പറയുക, 5 മണിക്കൂർ കൊണ്ട് കാര്യം സാധിക്കുക. നമ്മുടെ പരാതികൾ, നമ്മുടെ ആവലാതികൾ കേരളത്തിൻ്റെതായി നിൽക്കുന്നു. പി.സി. തോമസ് അതിൻ്റെ മറ്റൊരു വശമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പി.ജെ. ജോസഫിനും ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നാണ് ഈ 12 മണിക്കൂർ വാണിംഗ് തരാതെ തമിഴ്നാട് ഗവൺമെൻറ് വയലേറ്റ് ചെയ്ത്? എന്നാ? 12 മണിക്കൂർ ആയിട്ടില്ല, 24 മണിക്കൂർ പോലും ആയിട്ടില്ല. അതിനു മുമ്പ് 24 മണിക്കൂർ 12 മണിക്കൂർ മുമ്പ് സംസ്ഥാന ഗവൺമെൻറ് ആക്ട് ചെയ്തില്ലേ? സുപ്രീം കോടതിയിലെ കേസ് പോലെ നടപടി എടുത്തില്ലേ? പ്രൈം മിനിസ്റ്ററുമായിട്ട് അപ്പോയിൻറ്റ് പി.ജെ. സാറ് പ്രൈം മിനിസ്റ്ററെ അപ്പോയിൻറ്റ് ചോദിച്ചിരിക്കുകയാണ്, നാളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും ജലവകുപ്പ് മന്ത്രിയും കൂടെ. ഞാൻ ഇന്നൊന്നുകൂടെ പറയാം, ഈ സുപ്രീം കോടതിയുടെ വിധിയും വാങ്ങിച്ച് കൈകെട്ടിയിരിക്കുകയല്ലോ ഈ ഗവൺമെൻറ് ചെയ്തത്. ഈ ഗവൺമെൻറ് ചെയ്ത് സുപ്രീം കോടതിയുടെ വിധി എതിരായപ്പോൾ, അത് അന്തിമ വിധിയാണ്, അതിൻ്റെ മുകളിലൊരു കോടതിയില്ല, പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ. ആ വിധി എതിരായപ്പോൾ നമ്മൾ ചെയ്തെന്താ? ഉടൻ തന്നെ പുതിയ ഡാമിന്റെ അനുമതിക്കാണ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തത്. വരുമ്പോഴും ഇഫക്റ്റീവ് റെപ്രസെന്റേഷൻ ഉണ്ടാകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ശരിയല്ല, ഇത് എഫക്റ്റീവ് റെപ്രസെന്റേഷൻ ഉണ്ടായതുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് പരിസ്ഥിതി അനുമതി നമുക്ക് തന്നത്. ഈ സംസ്ഥാന ഗവൺമെന്റ് നിരന്തരമായ പരിശ്രമം കൊണ്ടല്ലേ തന്നത്. പക്ഷേ അനുമതി തന്നതിന് ശേഷം തമിഴ്നാട് ഗവൺമെന്റ് ഇടപെട്ടു, ആ വിധി ആ ഉത്തരവിനെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ ഉണ്ടായിരുന്നില്ല. നമ്മളുടൻ തന്നെ ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസുണ്ട്, കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അങ്ങേറ്റ ധാർഷ്ട്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? ശ്രീ ആന്റണി രാജു, എനിക്ക് ചോദിക്കാനുള്ളത്, നാം ഒരു ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ്, താങ്കളും നിയമസഭ അടക്കം പറഞ്ഞിട്ടുണ്ട്, സുരേന്ദ്രൻ പിള്ള ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ പാനൽ അത്ര പ്രഗത്ഭരായ പാനലാണ്, ഓരോ പാനലിസ്റ്റുകളും പറയുന്നു ഈ തമിഴ്നാടിൻ്റെ ഒരു മൊണോപ്പൊളി നമുക്ക് സാധിക്കുന്നില്ല. എത്ര വിചിത്രമായൊരു സ്ഥിതിയായിട്ട് കാണേണ്ട ഒരു അവസ്ഥ അതിനുണ്ടോ? തമിഴ്നാടിൻ്റെ മൊണോപ്പൊളി എന്ന് മാത്രമായിട്ട് കാര്യമില്ല. സുപ്രീം കോടതി വിധി എന്തായാലും, സുപ്രീം കോടതി വിധി
ഞാൻ ഞങ്ങളുടെ ജനങ്ങളുടെ മനുഷ്യന് പിന്നെ ജീവന് വില കൊടുക്കുന്ന ഒരു വിധിയായിരുന്നു ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്തിന്? നമ്മുടെ എംപവേർഡ് കമ്മിറ്റി, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്താണല്ലോ ആ എംപവേർഡ് കമ്മിറ്റി ജസ്റ്റിസ് കെ ടി തോമസിന് വെച്ചത്. ആ എംപവേർഡ് കമ്മിറ്റി പോലും നിർഭാഗ്യവശാൽ ജസ്റ്റിസ് കെ ടി തോമസിന്റെ നിലപാടെന്തായിരുന്നു? നമ്മുടെ സംസ്ഥാനത്തിന് പ്രതിനിധിയായി LDF-ന്റെ കാലഘട്ടത്തിൽ വെച്ച ജസ്റ്റിസ് കെ ടി തോമസിന്റെ നിലപാടെന്തായിരുന്നു എംപവേർഡ് കമ്മിറ്റിയിൽ? എന്തുകൊണ്ട്? അപ്പോ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ അതാണ് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകർ ടീമിനെ വെച്ച് കേസ് നടത്തുക, ഇതിനുവേണ്ടി ടീം ഇപ്പം ഡൽഹിയിലുണ്ട്, ഇല്ലെന്നും പറയരുത്. ഡൽഹിയിലുണ്ട്. ഇതൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു കമ്മിറ്റിയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, മന്ത്രി റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നു. കഴിഞ്ഞ 2011 മുതൽ ഈ ഗവൺമെൻറ് ഉദ്യോഗത്തിന് ശേഷം 4 കൊല്ലക്കാലം നിരന്തരമായി ഡൽഹിയുമായി ബന്ധപ്പെട്ട് കേസുകൾ നടത്തുന്നതിന്, ചർച്ച നടത്തുന്നതിനൊക്കെ മന്ത്രിമാർ അതിന് മുമ്പ് പോയിട്ടുണ്ട്. ശ്രീ പ്രേമേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോഴൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഏറ്റവും ഒടുവിൽ 2014 സുപ്രീം കോടതി വിധിയിൽ ഗേറ്റ് ഓപ്പറേറ്റിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് സുപ്രീം കോടതി വിധിയിലുണ്ട്. അതൊന്ന് റീഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാമോ 1939 സർ CP-യുടെ കാലത്തുണ്ടായ ഗേറ്റ് ഓപ്പറേറ്റിംഗ് ഷെഡ്യൂളാണ് ഇന്നും ഗവൺമെൻറ്, അന്ന് ഇടുക്കി ഡാം പോലും ഇല്ല, ആ ഷെഡ്യൂൾ വെച്ചുകൊണ്ട് പോകുന്ന ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരമാണ് തമിഴ്നാട് ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ ഈ സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ പകച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ട് പകച്ചു നിൽക്കുന്നു? രാജേഷിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിലേക്ക് വരാം. പ്രദീപേ, നമ്മൾ ആ തരത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ സമയം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീ PC തോമസ് അവർ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. നമ്മളൊക്കെ തന്നെ ഇടവേള സമയത്ത് നമ്മൾ പറഞ്ഞു, ഇത് അഥവാ പൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, കേരളം ഉണ്ടാവുകയില്ല. കേരളം 2ആയി വിഭജിക്കാൻ പോവുകയാണ്. എറണാകുളം ജില്ലയ്ക്ക് അപ്പുറം, എറണാകുളം ജില്ലയ്ക്ക് ഇപ്പുറം, അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് ഇപ്പുറം, പിന്നെ കേരളം വികൃതമാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത്രത്തോളം ഭീകരമായിട്ട്, ഇത്രയും പറഞ്ഞാൽ മതി, അതിലപ്പുറം പറയേണ്ട ആവശ്യമില്ല, ഭീകരമായിട്ടുള്ളൊരു വിഷയത്തെ സമീപിക്കേണ്ട ഗൗരവത്തോടെയാണോ നമ്മുടെ ഗവൺമെൻറ്റുകൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പോയിന്റ് വന്നുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. തമിഴ്നാട്ടിൽ ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, തമിഴ്നാട്ടിൽ ഇതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവർ അതിനുവേണ്ടി ഫണ്ട്, അതിനുവേണ്ടി അവർ വ്യാപകമായിട്ട് എല്ലാ തരത്തിലും ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഉണ്ടാവാം. പക്ഷേ തമിഴ്നാട് ഫണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർക്ക് ഏതു തരത്തിലും അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വിനിയോഗിക്കാനുള്ള അധികാരം കൊടുത്തുള്ള ഫണ്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡൽഹിയിൽ അതിന് ഓഫീസുണ്ട്. ഓരോ ദിവസവും നിരീക്ഷിക്കാൻ, വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും മുല്ലപ്പെരിയാർ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനം, ചീഫ് മിനിസ്റ്റർ കരുണാനിധി ആയിക്കോട്ടെ, ജയലളിത ആയിക്കോട്ടെ, നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം തമിഴ്നാട്ടിലുണ്ട്. നമ്മളിപ്പോൾ ഇതൊരു യുദ്ധമാണ്, നിയമയുദ്ധമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ യുദ്ധമാണ്, തമിഴ്നാടുമായിട്ടുള്ള യുദ്ധമാണ്. ഒരു യുദ്ധം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ട എതിരാളി ആരാ, എതിരാളിയുടെ തന്ത്രങ്ങൾ എന്താ, എതിരാളിയുടെ ശക്തി എന്താ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. 2006 ബഹുമാനപ്പെട്ട സുരേന്ദ്രപിള്ള ചേട്ടൻ മന്ത്രിയായിരുന്നു, NK പ്രേമചന്ദ്രൻ ജലവിഭവ മന്ത്രിയായിരുന്നപ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ഒരു തർക്കത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി കിടക്കുമ്പോൾ ഒരു സംസ്ഥാനം മാത്രം ഒരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുകയില്ല എന്ന് അറിയാമായിരുന്നിരിക്കെ കേരള നിയമസഭ നിയമനിർമ്മാണം നടത്തി. അവിടെ മുതലാണ് നമുക്ക് പിഴച്ചത് എന്ന്, നിയമയുദ്ധത്തിൽ നമുക്ക് അവിടെ നിന്ന് പിഴച്ചു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേന്ദ്രൻപിള്ള, അതാണ് ആരോപണം. ആ ആരോപണം റെക്ടിഫൈ ചെയ്യാൻ എത്ര സമയമുണ്ടായി? ഇപ്പോൾ അങ്ങനെ ഒരു ആരോപണമുണ്ട്. ആ ആരോപണം 100% ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകൂടെ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രാജേഷ് പറഞ്ഞപ്പോൾ ഞാനത് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ മേല. ഞാൻ പറഞ്ഞ അതൊന്നും അല്ല ഇവിടെ വിഷയം. ഈ സീസണൽ ഡിബേറ്റ് കൊണ്ട് നമുക്ക് എന്താ, ഇപ്പോൾ നേരത്തെ PC തോമസ് സൂചിപ്പിച്ചില്ലേ, ഇത് MP-മാർ ഇവിടെ ഇല്ലായിരുന്നോ, ഗവൺമെൻറ് ഇവിടെ ഇല്ലായിരുന്നോ, ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഇപ്പോൾ സമയത്ത് ഗവൺമെൻറ് 24 മണിക്കൂറിനും എടുത്ത് സടകുടഞ്ഞ് എഴുന്നേറ്റ്. എന്ത് സടകുടഞ്ഞ് എഴുന്നേറ്റ്? അവിടെ ഒരു ജില്ലാ കളക്ടർ എടുത്ത് ഡാം തുറക്കുന്നത് നിങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവർ അറിയിക്കാൻ മനസ്സ് കാണിച്ചില്ല, സൗകര്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഇവിടെ പാരിസ്ഥിതിക അനുമതി 2014 എൻവയറമെൻ്റൽ ക്ലിയറൻസ് കിട്ടി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതായി. എന്ത് ചെയ്തു? കേരളം കോടതി പോയി പണം മുഴുവൻ വക്കീലന്മാർക്കും കൊടുത്ത് കോടതിയിലും കൊടുത്ത് ഇങ്ങനെ പോകുന്നത്. തമിഴ്നാട് ഓരോ ദിവസം നേട്ടം ഉണ്ടാക്കുന്നു, മനസ്സിലായില്ലേ? തമിഴ്നാട് ഓരോ ദിവസം അവരുടെ നേട്ടം ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ രാജേഷ് പറഞ്ഞ പോലെ ഇവിടെ കരുണാനിധി ആണെങ്കിലും ജയലളിതയാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണ്. കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ വരെ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടുത്തെ ഫയൽ എടുത്ത് പരിശോധിച്ചിട്ട് ഈ ഫയൽ എന്നാ ഉണ്ടായെന്ന് നോക്കണം. ആ ഫയലിനകത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കോപ്പി എടുത്ത് പറയുന്നത് കേട്ടാലേ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടായതും
മുല്ലപ്പെരിയാർ അല്ല, വിഷയം ഞാൻ ഉണ്ടായതൊക്കെ പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതിനു ശേഷമാണെന്ന് ഞാൻ തോന്നുന്നു. പറഞ്ഞു എന്തൊരു വിരോധാഭാസമായി എന്തൊരു വിരോധാഭാസമായി പറയുന്നത്. ഒരാൾ പറയുമ്പോ മറ്റൊരാൾ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സുരേന്ദ്രപിള്ളയുടെ ചോദ്യം. എത്ര ഗവൺമെന്റ് ആയത് അത് നമുക്ക് ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുമ്പോൾ കാവേരി ജലതർക്കം എങ്ങനെ ഉണ്ടായത്, എങ്ങനെ പരിഹരിച്ചത്? ഈ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ഇടപെട്ടപ്പോൾ 2 സംസ്ഥാനങ്ങൾ കുറച്ചുകൂടെ സമവായത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി, കോടതി അതിന് അനുമതി കൊടുത്തു. ആ തരത്തിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ചു. മുഖ്യമന്ത്രിയായിരുന്നപ്പോ എന്തേ ബോധ്യപ്പെടുത്താത്തത്? അന്ന് കേസുണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടല്ലോ. എന്താ ചെയ്യാത്തത്? എന്താണ് ചെയ്യാത്തത് എന്ന ചോദ്യം മുല്ലപ്പെരിയാറിനെ മുല്ലപ്പെരിയാർ റിപ്പോർട്ട് സംബന്ധിച്ച് നിയമപരമായ പ്രാധാന്യവും വളരെയേറെയുണ്ട്. ഇന്ന് ഈ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം നാം ഇത് ചർച്ച ചെയ്യുമ്പോഴും ഉയരുന്ന ചോദ്യം അതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? വെറുതെ ചെയ്താൽ പോരാ, അർത്ഥവത്തായി ചെയ്യണം. യെസ്, മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് വരുമ്പോൾ ആവർത്തിച്ചുള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഗവൺമെന്റുകൾ അർത്ഥവത്തായി ചെയ്യേണ്ടതെന്ത്, അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്? PC തോമസിലേക്ക്. ശ്രീ PC തോമസ്. അല്ല, ഇനിയിപ്പോൾ ഉടനെ ചെയ്യാൻ പറ്റുന്നത് എന്നോടല്ലേ ഈ സാഹചര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ബന്ധപ്പെട്ട വേദികളിൽ എത്തിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പ്രധാനമന്ത്രിയെ ഒന്ന് കാണുന്നത് കൊണ്ട് മാത്രമായില്ല. പ്രധാനമന്ത്രി കണ്ടാൽ നല്ലത് എന്നുള്ളത് കൂടുതലായിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞൊരു വലിയ ഫോളോ അപ്പ് വേണം. ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമ്മൾ ടീമിനെ അയക്കണം. നമ്മൾ ടീമിനെ അയച്ച് സംസാരിക്കണം. ജയലളിതയായിട്ട് സംസാരിക്കണം. നമുക്ക് ടീമിനെ അയക്കേണ്ടത് ഒരു പരിധിവരെ കേന്ദ്രത്തിലേക്ക് മാത്രമല്ല, ഇത് രമ്യമായിട്ടുള്ള പരിഹാരമാണ് വേണ്ടത്. ശാന്തി ആണ് ഇതിനകത്ത് ആവശ്യം. ശാന്തി ഒരു തീരുമാനം, ഒരു സമാധാനപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കാനായിട്ട് കേരളവും തമിഴ്നാടും തമ്മിലുള്ള സംസാരം തുടങ്ങണം എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളെ തന്നെ അവരെ ഏൽപ്പിക്കാനല്ല. എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ഓൾ പാർട്ടി ഡെലിഗേഷനെ കൊണ്ടുപോകുന്നില്ല? പക്ഷെ അപ്പോഴും ആന്റണി രാജു പറയുന്നത് ഇനി സർക്കാരുകൾക്കൊന്നും ചെയ്യാനുള്ള പരമോന്നത കോടതിയുടെ വിധി അവിടെ നിൽക്കുകയാണെന്നാണ്. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ജയലളിത എപ്പോഴും പറയും കോടതി വിധി ഉണ്ടല്ലോ, അല്ലെങ്കിൽ തമിഴ്നാട് അങ്ങനെ പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേസ് അല്പം വീക്കാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ, എന്നാൽ ഇതൊരു ഒരു 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 ജീവൻ്റെ പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് എല്ലാ രീതിയിലും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യണം. അതിന് ആരാ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ചർച്ച ചെയ്യണം. വ്യക്തമാണ് ശ്രീ PC തോമസ്. ശ്രീ ആന്റണി രാജു, അതാണ് PC തോമസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഡെലിഗേഷൻ ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള പ്രധാന കാര്യം അതാണ്. നിയമം അവിടെ നിൽക്കുമ്പോൾ, സുപ്രീം കോടതി നിലനിൽക്കുമ്പോൾ, സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും നമുക്ക് എന്തുകൊണ്ട് കൺസ്റ്റന്റ് ആയിട്ട് ഒരു ഡെലിഗേഷൻ ടീം, അത് ഒരു ഭാഗത്ത് മാത്രമല്ല, ടെക്നിക്കലായിട്ട് അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ട് ഫണ്ട് വിനിയോഗിക്കുന്നതനുസരിച്ച് നിയമപരമായ ഫോളോ അപ്സ് നമുക്ക് സാധിക്കുന്നില്ല. PJ ജോസഫ് ഒരു ഘട്ടത്തിൽ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വരുന്നു, ഒരു ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ പോകുന്നു, തണുക്കുന്നു, പിന്നെ അദ്ദേഹം മറുപടി പറയുന്നില്ല. ഇന്നിതാ വീണ്ടും പറയുന്നു. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമേ ഇതിനെ രാഷ്ട്രീയമായി ആരെങ്കിലും കുറ്റപ്പെടുത്താൻ കഴിയുള്ളൂ. ഇത് ഈ ഗവൺമെൻറ് കാലഘട്ടത്ത് ഉണ്ടായ മുല്ലപ്പെരിയാർ ഡാം പോലെയാണ് ചിലരുടെ വർത്തമാനം കേട്ടാൽ. 116 വർഷം പഴക്കമുള്ള ഡാമാണ്. കഴിഞ്ഞ 25 കൊല്ലക്കാലമായി ഉണ്ടായിരിക്കുന്ന എല്ലാ ഗവൺമെന്റുകളും മാറി മാറി ഉണ്ടായപ്പോൾ 10 വർഷമേ ഡാമിന് ഉണ്ടാവുമെന്നും പറയുന്നു. അതെ, 10 വർഷം പോലും ഉണ്ടാവുന്ന ആർക്കറിയാം, 10 ദിവസം ഉണ്ടാവുമെന്ന് ആർക്കറിയാം. അപ്പോൾ ഇതിനെ നമ്മൾ രാഷ്ട്രീയമായി പരസ്പരം വിഴുപ്പലക്കി ആരുടെയെങ്കിലും പെടലിയിൽ ചാരി അവരുടെ കുഴപ്പമാണ്, ഇവരുടെ കുഴപ്പമാണ്. ഞങ്ങൾ ഭരിച്ചപ്പോൾ എല്ലാം ചെയ്തോ? ആരെങ്കിലും ചെയ്യാതിരുന്നോ? എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നു എല്ലാം ചെയ്തെന്ന് ഞങ്ങളുടെ അഭിപ്രായം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ ഗവൺമെൻറ് കാലത്തും എല്ലാം രാഷ്ട്രീയമായി അതുപോലെ നിയമപരമായി സാധ്യമായതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുകയാണെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമല്ല. കാരണം ഈ വിധി വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം. അത്തരം വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇനി ഈ ഗവൺമെൻറ് ഇപ്പോൾ നാളെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്, സർക്കാർ സുപ്രീം കോടതിയിലൊക്കെ എടുക്കുമ്പോഴും ഇതൊക്കെ നാം നേരത്തെ ആവർത്തിച്ച് ചെയ്ത കാര്യങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് ശക്തമായൊരു നിലപാടുമായി മുന്നോട്ട് പോകാൻ ചുരുങ്ങിയ നാളുകളെ ഉണ്ടെങ്കിൽ പോലും ഒരു തുടക്കമിടാൻ അർത്ഥവത്തായി സാധിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയൊരു തടസ്സമാണ്. തമിഴ്നാട് ഗവൺമെൻറ് അങ്ങേയറ്റം മനുഷ്യത്വപരമായൊരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കാതെ അവരെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ വെള്ളം തീയാണ്. അപ്പോൾ ആ മനുഷ്യത്വപരമായ സമീപനം, മനുഷ്യൻ്റെ ജീവനാണ് വില. അവർക്കിപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നിലപാടെന്താ?
തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന വെള്ളം അതേ തോതിൽ കൊടുക്കാം, നമ്മളുടെ സുരക്ഷയ്ക്ക് നമ്മൾ ഡാം കെട്ടാം. ഇതെന്തുകൊണ്ട് തമിഴ്നാട് അംഗീകരിക്കുന്നില്ല? അപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ പിടിവാശി, തമിഴ്നാടിൻ്റെ ഏകപക്ഷീയമായ നിലപാട്, അതിനവർക്ക് സുപ്രീം കോടതിയുടെ വിധി അവർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ വാദത്തിന് ശക്തി പകരും. നമ്മളൊക്കെ രണ്ട് സംസ്ഥാനങ്ങളെ ഒരുമിച്ചിരുത്തി കേന്ദ്ര ഗവൺമെൻറ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ തമിഴ്നാട് ഗവൺമെൻറ് സഹകരിക്കുന്നില്ല. സുപ്രീം കോടതിയുടെ വിധി നമുക്കെതിരായി വന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കിട്ടിയ അവസരം എന്താ? ഇപ്പോൾ മാത്രമേ കേസ് പോകാൻ കഴിയുള്ളൂ. കാരണം ഇന്നലെ രാത്രിയാണ് സുപ്രീം കോടതിയുടെ വയലേഷൻ ഉണ്ടായതുള്ളത് കൊണ്ട് ഇന്ന് മാത്രമേ കേസ് പോകാൻ കഴിയുള്ളൂ. അതായത് ഒരു പുതിയ സർക്കംസ്റ്റാൻസസ് കേരളത്തിന് മുന്നിൽ തുറന്നു വന്നത് ആദ്യമായിട്ടാണ്. വളരെ ക്രിയാത്മകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് 12 മണിക്കൂറിൽ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് അപ്രോച്ച്. ഒപ്പം നമ്മൾ പ്രധാനമന്ത്രിയും ഇനി ഒരു പക്ഷേ രാജേഷിന്റെ പാർട്ടിക്കാർ ഈ കാര്യത്തിൽ നിർണായകമായി വളരെ വ്യക്തമായിട്ട് രാജേഷ് പറഞ്ഞു. ജലവിഭവ വകുപ്പ് മന്ത്രി ആത്മാർത്ഥമായിട്ട് ഇടപെട്ടാൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ സമീപിക്കുകയാണ് നാളെ ജലവിഭവ മന്ത്രിയും. BJP ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നിർണായകമായ തീരുമാനം, ശക്തമായ തീരുമാനം. ഈ ഞാൻ പറയാം, രണ്ടിടത്തും BJPയുടെ ഗവൺമെന്റ് അല്ലല്ലോ. തീർച്ചയായും ഇടപെടാൻ കഴിയും, അത് ക്രിയാത്മകമാകാനും സാധിക്കും, നിഷ്പക്ഷമായി ഇടപെടാൻ കഴിയുമെന്നുള്ള തോന്നൽ ഉണ്ടായിരിക്കുന്നു. അതിന് പരിഹരിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം കുറെ കൂടെ തമിഴ്നാടിനേക്കാൾ കേരളത്തെക്കാൾ കേന്ദ്ര സർക്കാരിന്റെ ചില പോളിസികളും അവരുടെ പ്രഖ്യാപനങ്ങളും അത്തരത്തിലാകുമ്പോൾ സുരേന്ദ്രൻ പിള്ളയിലേക്ക് വരാം. രാജേഷ്, അല്ല, അദ്ദേഹം പറഞ്ഞതിനെ വളരെ ഗൗരവമായിട്ട് ഞാൻ സമീപിക്കുകയാണ്. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള തർക്കത്തിനും വഴിവെക്കാതെ പരിഹരിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ നിലപാടിന് BJP മുൻതൂക്കം കൊടുക്കും. ഇവിടെ തന്നെ ഞാൻ ആദ്യത്തെ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. ഒരു വലിയൊരു വൈകാരിക വിഷയമായ തമിഴ്നാട്ടിൽ ആളിപ്പടർന്ന സ്ഥിതിക്ക് ഇത് വളരെ തീ കൊണ്ടുള്ള കളിയാണ്, വളരെ സെൻസിറ്റീവാണ്. അങ്ങനെയുള്ള തീരുമാനം മാത്രമേ ഗവൺമെൻറ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ സർവൈലൻസിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിഹാരമാണ് ഇതിന് ആവശ്യമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെ ഉമാഭാരതിയുടെ ഭാഗത്തു നിന്നും പ്രൈം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫോളോ അപ്പ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ശാശ്വതമായ ഒരു പരിഹാരം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ഞാൻ പറയാം. കേന്ദ്രം ഭരിക്കുന്നത് നിങ്ങളാണ്. ഉത്തരം നിങ്ങൾ കൂടെ വേണമെന്നാ ഞാൻ പറയാം. ചേട്ടൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. എന്തായാലും BJP ഒരുമിച്ച് മുൻപിലാണെങ്കിൽ ഏറ്റവും മുൻപിൽ തന്നെ BJP പരിഹരിക്കാനുണ്ടാവും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ കൈകാര്യം ചെയ്ത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് സുപ്രീം കോടതിയിൽ കേസിന്റെ അവസ്ഥ, തമിഴ്നാട്ടിലെ കേസിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ BJP മുന്നിൽ നിന്ന് പരിഹരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ പരിമിതികൾ ഒരുപാടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയാലും ഇത്തരത്തിലാകണം. അതായത് ഇതിപ്പോ BJP ഗവൺമെന്റ് ഇനി എടുക്കുന്ന രാഷ്ട്രീയ പരിഹാരം ഒരളവ് വരെ നമ്മുടെ ആശങ്ക അകറ്റാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സടകുടഞ്ഞ് എഴുന്നേറ്റ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, നല്ല കാര്യം. കാരണം വൈകിയ വേളയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യട്ടെ, ഗവൺമെൻറ് എന്നുള്ളതിന് ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, കേരള ഗവൺമെൻറ് ഓർക്കേണ്ടത്, ജയലളിതയെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു കോടതി വിധിക്ക് അപ്പുറത്തേക്കുള്ളൊരു പരിഹാരത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് അവർ പുല്ല് പോലും വകവച്ചില്ല. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. അതല്ലാതെ ഇപ്പോൾ എല്ലാം BJP ഗവൺമെൻറ് ചെയ്യും, അല്ലെങ്കിൽ നരേന്ദ്രമോദിജി ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാമല്ല. കേരളത്തിന് നിയമപരമായി മുന്നോട്ട് പോകണം. എന്നാൽ അതിനകത്ത് സമവായം ഉണ്ടാക്കാൻ കഴിവിൻ്റെ പരമാവധി ആ കാര്യത്തിൽ ശ്രമിക്കണം. പിന്നെ BJP ഗവൺമെൻറ് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ഉമാഭാരതിയൊക്കെ നല്ല വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ലിങ്ക്, ഒരു നീക്കുപോക്ക് ഈ കാര്യത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാവൂ. പരിഹാരം അറിയാത്തതല്ല പ്രശ്നം, പരിഹാരം എല്ലാവർക്കും അറിയാം, ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിനും ഇനി വരാൻ പോകുന്നവർക്കും. പക്ഷേ അത് നടപ്പാക്കാനുള്ള ആർജവം, അത് എത്രമാത്രം ക്രിയാത്മകമാകണം, അതായിരിക്കും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക, കേരളം മുഴുവൻ ആഗ്രഹിക്കുക. പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും എല്ലാ അതിഥികൾക്കും നന്ദി.